ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേപ്പിലിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കൊരു വീടുണ്ടെങ്കിൽ വേപ്പില എപ്പോഴും അത്യാവശ്യമാണ്. ഒരു കറി വെക്കുന്നുണ്ടെങ്കിൽ അതിനും വേപ്പില അത്യാവശ്യം. ഏത് കറിയിൽ നമ്മൾ വേപ്പില ഇടാത്ത. അപ്പൊ വേപ്പൻ തെയ്യ് തഴച്ച് വളരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക തരം ഇതുള്ളതാണ്. എല്ലാ മണ്ണിലും ചിലപ്പോൾ വേപ്പ് പിടിച്ചൊന്നുമില്ല. അപ്പൊ അതൊന്നും ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ വേപ്പൻ തെയ്യ് കുറെ ഞാനും വെച്ചു, കുറെ ഒന്നും പിടിച്ചു. അപ്പൊ എനിക്ക് വെച്ച് കിട്ടിയിട്ടുള്ള രീതികളാണ് ഞാൻ പറയുന്നത്. നമ്മൾ മണ്ണിളക്കിങ്ങാഞ്ഞ് ഈ സാധനം വെച്ച് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മ രക്ഷപ്പെട്ടു. അതാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് ചെയ്യുക. ഇതിന് ഏറ്റവും നല്ല വളം എന്ന് പറയുന്ന സാധനം ഉപ്പില്ലാത്ത കഞ്ഞളാണ് കേട്ടോ. ഉപ്പില്ലാത്ത കഞ്ഞള നിങ്ങൾ ഡെയിലി കൊണ്ട് ഒഴിച്ചോ, ഒരു കുഴപ്പം വരില്ല. പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണാണ്. ചാണപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണ്ണിട്ട് നിങ്ങൾക്ക് വെക്കുമ്പോൾ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോരും. അപ്പൊ ചാണപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചില പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതാ ഈ ജാതിൽ ഇതൊക്കെ വേപ്പിൻ തൈ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ തഴച്ചു വളരും, ഏത് ടൈമിലും ഉണ്ടാവും. പിന്നെ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന സാധനമാണല്ലോ വേപ്പിൻ തൈ. അപ്പൊ അതിന്റെ വലിയ കുഴപ്പമില്ല, ഉണ്ടാവണമെന്ന് മാത്രമല്ല എല്ലാ മണ്ണിലും ചില പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് കിട്ടാൻ പാടണം. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി ഇത് കണ്ട കഞ്ഞിവെള്ളമാണത്. ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം ഇവിടെ സ്റ്റോക്ക് ചെയ്യും. ഓരോന്നിന് ഓരോ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കീടങ്ങളെ കുറിച്ച് കൂടുതൽ വരാണെങ്കിൽ പുളിച്ച കഞ്ഞെള്ളം എടുത്ത് വെച്ച് കാഞ്ഞിട്ട് ഞാൻ അതിന്റെ 3 ഇരട്ടി വെള്ളം ചേർത്ത് കാഞ്ഞിട്ട് തെളിച്ചു കൊടുക്കും. അത് ഇതിൽ നിന്നല്ല എല്ലാത്തിനും തെളിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ കഞ്ഞെള്ളം നമുക്ക് എങ്ങനെയായാലും നല്ല തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കീടങ്ങൾക്ക് അകത്താനായിട്ട് കൂടുതൽ അങ്ങനെ തെളിക്കണമെങ്കിൽ നന്നായിട്ട് പുളി വേണം. അപ്പൊ അതിനൊക്കെ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നമുക്ക് വെച്ച കഞ്ഞെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പിന്റെ കടക്കണം. വേപ്പിന് ഏറ്റവും നല്ലത് കഞ്ഞെള്ളം, അതിലൊരു സംശയം വേണ്ട. ഉപ്പിടാത്തതാണ് ഏറ്റവും നല്ലതാണ്. കഞ്ഞെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇതാണ് ഏറ്റവും നല്ല, അതിന് വേപ്പിന് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വളത്തിനെ കുറിച്ചും കണ്ടിട്ട്. അതായത് ജൈവ വളത്തിനും ഉണ്ടായിട്ടുണ്ട്, പച്ചില വളം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉണക്ക ചാണം വെച്ചും കഴിഞ്ഞാൽ അതിന്റെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. രണ്ടും കൂടി കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പച്ചില മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മാടുകൾ എന്തൊക്കെ തിന്നണുണ്ടോ ആ സാധനം മാത്രം, വൈക്കോല്, കൊന്ന, ചീമക്കൊന്നര ഇല, പയറിന്റെ ഇല, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇലകൾ മാത്രം ഇട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ വളമാണത്. അപ്പൊ അതും ഞാൻ ഇതേമാതിരി എടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ചെയ്യുമ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നതിന് ചണ്ടി കളയുന്നതിനനുസരിച്ച് വേറെ ചേർക്കുക, എടുക്കുക. അല്ലേ, ഒരെണ്ണമൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതിന് 3 ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. അല്ലേ എടാ, ഇതിൻ്റെ എടാ, ഇതിലിനി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അതിന്റെ കടക്ക് ഒഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. എടാ, ഇത്രയ്ക്ക് വെള്ളം കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ കടക്ക് ഒഴിക്കാം, ഒന്നും സംഭവിക്കില്ല. ഇതിനും ഒഴിച്ചു കൊടുക്കാം. എടാ, കഞ്ഞെള്ളം ഒഴിച്ചതല്ലേ, അപ്പൊ അത് ഒഴിക്കാം. ഇനി ചാണത്തിന്റെ വെള്ളം, ചാണം ഇതേമാതിരി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ ചാണപ്പൊടി ഇട്ട് മണ്ണിടാം. ഇതൊക്കെ തന്നെ വേപ്പ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള സാധനം. വേപ്പിലില്ലാന്നുണ്ടെങ്കിൽ കറി വെക്കുമ്പോൾ മനസ്സിനില്ലാണ്ടാവും. ഏത് കറിയിൽ നമ്മൾ വേപ്പ് വേണം. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം വേപ്പാണ്. അപ്പൊ അതൊന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൊരു വേപ്പും തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളെ തന്നെ ശുശ്രൂഷിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിന്റെ പേരിലാണ് ഓരോന്നും ഞാൻ അതിന് ചെയ്ത് പരമാവധി ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ചെയ്ത് നോക്കാം, അതേമാതിരിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ വേപ്പ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും, ഉറപ്പാണ്. ഞാൻ ഈ ചെയ്യുന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ വരും. ഞാൻ ഒരുപാട് വെച്ചിട്ട് എനിക്ക് പിടിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്ത് നോക്കി കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, വേറെ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല വേപ്പ് കേടാ, ഒരു കേടുപാടുകളും ഇല്ല, ഒന്നുമില്ല, ഇതിലേക്ക് യാതൊരു കേടുപാടുമില്ല. അപ്പൊ ഇതേമാതിരി നിങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വേപ്പൻ തൈ ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും ആയിട്ട് ഒരെണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിന്റെ ഫലം ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.